ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളൊക്കെ നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ, പൂക്കി പാർട്ടിയുടെ അനുയായികളാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം. അല്ലാതെ ശവം കൊണ്ടുപോകുന്ന ആംബുലൻസ് കൊണ്ടുവന്ന് പേര് മാറ്റി ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടികളല്ല ചെയ്യേണ്ടത്. ഇവർക്കിത് ചെയ്യാൻ പറ്റൂ. ഇവരൊന്നും പണിയെടുത്ത് അധ്വാനിച്ച് ജീവിച്ചവരല്ല. ഇവർ കട്ടും മോഷ്ടിച്ചും നുണ പറഞ്ഞും കളവ് പറഞ്ഞും ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും ജീവിച്ചവരാണ്. അവരിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നമുക്ക് ജയിച്ചില്ല, ഒരു ആംബുലൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് നടപ്പിലാക്കുകയാണ്. ഇന്ന് ആദ്യ ആംബുലൻസിൻ്റെ ഉദ്ഘാടനമാണ്. അടുത്ത മാസം ജൂലൈ മാസം 26-ാം തീയതി തിരുവാണിയൂർ പഞ്ചായത്തിൽ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അടുത്ത ഓരോ ആഴ്ചയോ 2 ആഴ്ചയ്ക്കുള്ളിൽ ഐക്യനാട് പഞ്ചായത്ത്, കുന്നത്തുനാട് പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്ത് എല്ലായിടത്തും ഞങ്ങൾ നടപ്പിലാക്കും. അപ്പോൾ ബെന്നി ബെഹനാൻ ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 2019. അപ്പോൾ ഇപ്പോൾ 5 2 7 വർഷമായിരിക്കുന്നു. ഈ 7 വർഷമായി കഴിഞ്ഞപ്പോൾ ബെന്നി ബെഹനാൻ്റെ പേരിൽ ജില്ലാ ആശുപത്രി കൊടുക്കുന്ന ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. ഇനിയിപ്പോൾ തിരുവാണിയൂർ ഇതുപോലെ തന്നെ ചെയ്യണ്ടേ, ഇവർ ഭരിക്കുന്ന മഴുവന്നൂർ ചെയ്യണ്ടേ, കുന്നത്തുനാട് ചെയ്യണ്ടേ? അപ്പോൾ ആശുപത്രിയിലാകെ ഇനിയിപ്പോൾ ശവം കൊണ്ടുപോകണം, വേറെ വണ്ടി നോക്കണം. അപ്പോൾ ആ വണ്ടി ഇന്നോട് എടുത്തുകൊണ്ട് നിന്നിരിക്കുക. ഇനിയിപ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഏതെങ്കിലും വാഹനം പേര് മാറ്റി കുറച്ച് ദിവസത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും വിളിക്കണം. അതിന് നമ്പർ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല, നമ്പർ ഉണ്ടാവില്ല, വിളിച്ചാൽ കിട്ടില്ല, അത് വരില്ല, ഓടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വിചാരിച്ച് രോഗികളെ വെച്ചുകൊണ്ടിരുന്ന രോഗികളുടെ കാര്യം പോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി, ഇതിൻ്റെ നമ്പർ ഞാനിവിടെ പറയും. ഇതിന് നമ്മുടെ പഞ്ചായത്തിൽ എലീസ മാത്യുവിനാണ് നമ്മളിതിന് ചാർജ് കൊടുത്തിരിക്കുന്നത്. എലീസ മാത്യു ആണ് ഈ പഞ്ചായത്തിനെ, അല്ലെങ്കിൽ ഈ 6 മെമ്പർമാരെ ലീഡറായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ വണ്ടി, ഈ ആംബുലൻസ്. അതിനുവേണ്ടി ഡ്രൈവറെ നിയമിച്ചു കഴിഞ്ഞു. ഒരു പൈസ പോലും ആരും കൊടുക്കണ്ട, പൂർണ്ണമായിട്ടും സൗജന്യമാണ്. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഉദ്ഘാടനം അങ്ങ് നടത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിൻ്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം: 9400302020 2020. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നമ്പറുകളായിരിക്കും എല്ലാ പഞ്ചായത്തുകളിലും. നമ്മുടെ പഞ്ചായത്ത് കണ്ടോ? അല്ല, നമ്മുടെ ആംബുലൻസ് കണ്ടോ? അതുപോലെ ശവം കൊണ്ടുപോകുന്ന വണ്ടിയൊന്നുമല്ല. ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ആംബുലൻസാണ്. ഏതാണ്ട് 20 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ ഡ്രൈവർ, അതിൻ്റെ ചിലവ്, അതിൻ്റെ ഡീസൽ എല്ലാം ഈ ജില്ലയ്ക്കകത്ത് മാത്രം. എല്ലാവരും ഒരു മനസ്സിലാക്കണം, ഈ ജില്ലയ്ക്കകത്ത് മാത്രമുള്ള സേവനമായിരിക്കും അത് കിട്ടുക. ദൂരദേശങ്ങളിലേക്ക് ചിലപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോകേണ്ടി വരുന്ന അത്യാവശ്യ കേസുകൾ വരാറുണ്ട്. പക്ഷെ അങ്ങനെ പോയിട്ട് വരുമ്പോൾ 2 3 ദിവസം നമുക്ക് വണ്ടി മാറിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ആ സേവനം കിട്ടില്ല. നമുക്കറിയാം, ഒട്ടനവധി ആളുകൾ സമയത്ത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് മരണപ്പെടുന്നുണ്ടത്. പലപ്പോഴും നമുക്ക് ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാറില്ല. ഇതിനൊരു ഡ്രൈവറെ നിയമിച്ചിട്ടുണ്ട്. ആ ഡ്രൈവറുടെ വീട്ടിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഏത് രാത്രിയിലും ഏത് സമയത്തും വിളിച്ചാൽ നമുക്കത് കിട്ടുന്ന രീതിയിലുള്ള ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് ഒന്ന് നടത്താം. അത് നമുക്ക് വാർഡിലെ മെമ്പർമാരെല്ലാം മുന്നിലേക്ക് വരിക. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഈ ഇന്നത്തെ ഈ നല്ല ഒരു കർമ്മം ഇവിടെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്ത് ഇതിൻ്റെ കീ ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 6 മെമ്പർമാരെ ഞാൻ ഏൽപ്പിക്കുകയാണ്.